بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، നമ്മൾ സൂറത്ത് ഫാത്തിഹയുടെ വിശദീകരണത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. ഇവിടെ ഒരു ചോദ്യം, മസ്അല, ചോദ്യം: ഹലിൽ ബസ്മലതു ആയത്തും മിനൽ ഫാത്തിഹ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബസ്മല എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബിസ്മില്ലാഹ് എന്ന് മാത്രം പറയണത് എന്താ പറയുക? ആയി ജമീൽ, തസ്മിയ. എന്താണ് തസ്മിയ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലേ? അത് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണോ അല്ലേ? ഫി ഹാദാ ഖിലാഫുൻ ബൈനൽ ഉലമാ, ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമിൻഹും മൻ യഖൂലു ഇന്നഹാ ആയത്തുൻ മിനൽ ഫാത്തിഹ, അവരിൽ ചിലർ പറഞ്ഞു ഇത് ഫാത്തിഹയുടെ ഒരായത്താണ്. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ വയുഖ്റഉ ബിഹാ ജഹ്റൻ ഫി സ്വലാത്തിൽ ജഹരിയ, ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ, അതായത് ഇപ്പോൾ ഫജ്ർ നിസ്കരിച്ചു, ഇനി മഗ്രിബ്, ഇശ, അതുപോലെ തന്നെ തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുന്ന, അങ്ങനെ ജുമുഅ, അതൊക്കെയാണ് ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങൾ. അവയിൽ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെ ഓതണം എന്നും അവർ പറഞ്ഞു. വയറ അന്നഹാ ലാ തസിഹു ഇല്ലാ ബിഖിറാഅത്തിൽ ബസ്മല, അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഓതിയിട്ടില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം ശരിയാവുകയില്ല, അവൻ്റെ ഫാത്തിഹ ശരിയാവില്ല, ശരിയാവാത്തതുകൊണ്ട് തന്നെ നിസ്കാരം ശരിയാവില്ല എന്നും അവർ അഭിപ്രായപ്പെട്ടു. ലഅന്നഹാ മിനൽ ഫാത്തിഹ, എന്തുകൊണ്ടെന്നാൽ അത് ഫാത്തിഹയിൽപ്പെട്ടതാണല്ലോ. വമിൻഹും മൻ യഖൂൽ, ഉലമാക്കളിൽപ്പെട്ട മറ്റൊരു വിഭാഗം പറയുന്നവർ എന്താണ്? ഇന്നഹാ ലൈസത് മിനൽ ഫാത്തിഹ, അത് ഫാത്തിഹയിൽ പെട്ടതല്ല. വലാകിന്നഹാ ആയത്തുൻ മുസ്തഖില്ലത്തുൻ മിൻ കിതാബില്ലാഹ്, മറിച്ച് അത് അല്ലാഹുവിൻ്റെ ആയത്തിൽ നിന്നും ഒറ്റക്ക് നിൽക്കുന്ന ഒരായത്താണ്. അല്ലാഹുവിൻ്റെ കിതാബിൽ ഒറ്റക്ക് നിൽക്കുന്ന ഒരായത്താണ്, ഒരു സൂറത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആയത്തല്ല. ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ ഭാഗമായി, ഇപ്പോൾ ഫാത്തിഹയുടെ ഭാഗമായ ഒരു ആയത്തല്ല, അലിഫ് ലാം മീം ബഖറയുടെ ഭാഗമായതല്ല, നാസിൻ്റെ ഭാഗമായതല്ല, മുസ്തഖില്ല, ഒറ്റക്കൊരായത്ത്. വഹാദൽ ഖൗലു ഹുവൽ ഹഖ്, അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഈ വാക്ക്, ഈ അഭിപ്രായം ഇതാകുന്നു സത്യമായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്. വദലീലു ഹാദാ അന്നസ്സു വസിയാഖു സൂറത്തി, ഇതിൻ്റെ തെളിവെന്താണ്? ഒന്നാമത്തത് തെളിവ് നെസ്സാണ്. നെസ്സ് എന്ന് പറഞ്ഞാൽ നെസ്സ് എന്ന് എനിക്ക് കേട്ടുകൊണ്ടിരിക്കും. എന്താണ് നെസ്സ്? ഖുർആനിലെയോ അല്ലെങ്കിൽ ഹദീത്തിലെയോ ഇനി ഒരാളുടെ സംസാരത്തിലെയോ നേരെയുള്ള വാചകങ്ങൾ, അതിനെ മൊത്തത്തിൽ പറയുന്നവരാണ് നെസ്സ്. നെസ്സ്, അതുകൊണ്ട് നെസ്സ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹദീത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നെസ്സ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പൊതുവെ എന്താ പറയുക? ഒന്നിൽ ഖുർആൻ സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും. തയ്യ്. വസിയാഖു സൂറത്തി, അതുപോലെ തന്നെ സൂറത്തിൻ്റെ ആ ഘടന ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ ഒരു ഘടന, അതും ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതൊക്കെ എന്താണ് ഈ പറഞ്ഞതിൻ്റെ ആശയം അദ്ദേഹം പറയും. അമ്മൻ നസ്സു, ഇനി ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഫഖദ് ജാഅ ഫി ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്ത് ചെയ്യുന്നത്. അള്ളാഹു പറഞ്ഞു,
എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? നിസ്കാരത്തെ, സ്വലാത്തിനെ. സ്വലാത്ത് എന്നത് എന്താണ്? ഫാത്തിഹയുടെ ഒരു പേരാണ്. സ്വലാത്ത് എന്നത് എന്താണ്? ഫാത്തിഹയുടെ ഒരു പേരാണ്. ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി. സ്വലാത്തിനെ ഞാൻ എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ പകുതിയാക്കിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇദാ ഖാല, അവൻ പറഞ്ഞാൽ, എൻ്റെ അടിമ പറഞ്ഞാൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ അടിമ പറഞ്ഞാൽ എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എവിടെന്നാ തുടങ്ങിയത്? എവിടെന്നാ തുടങ്ങിയത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എൻ്റെ അടിമ പറഞ്ഞാൽ, അതായത് സർവസ്തുതിയും സർവലോകത്തിൻ്റെയും റബ്ബായ അള്ളാഹുവിനാകുന്നു എന്ന് എൻ്റെ അടിമ പറഞ്ഞാൽ, ഖാല അല്ലാഹു തആല ഹമിദനി അബ്ദി. എൻ്റെ അടിമ, അള്ളാഹു പറയും, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല അർ-റഹ്മാനുർ റഹീം, റഹ്മാനാണ് അതുപോലെ തന്നെ റഹീമാണ്. അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്ന് അടിമ പറഞ്ഞാൽ, ഖാല അല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അസ്നാ അലയ്യ അബ്ദി. എൻ്റെ മേലതാ രണ്ടാമതും പുകഴ്ത്തിയിരിക്കുന്നു എൻ്റെ അടിമ. എൻ്റെ അടിമ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും പുകഴ്ത്തിയിരിക്കുന്നു. ഫഇദാ ഖാല മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് എൻ്റെ അടിമ പറഞ്ഞാൽ, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മജദനി അബ്ദി, എന്നെ എൻ്റെ അടിമ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫഇദാ ഖാല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇനി അവൻ പറയുകയാണ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആരാധന അങ്ങോട്ടുള്ളത്, സഹായതേട്ടം ഇങ്ങോട്ടുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാദാ ബൈനി വബൈന അബ്ദി, ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു രണ്ട് കഷ്ണാണ്. ഇയ്യാക നഅ്ബുദു എന്നത് എനിക്കും, വഇയ്യാക നസ്തഈൻ എന്നത് അടിമക്കുമാണ്. അല്ലേ? ഇബാദത്ത് ആർക്കാണ്? അള്ളാഹുവിനാണ്. സഹായം ആവശ്യമാർക്കാണ്? അടിമകൾക്കാണ്. അള്ളാഹുവിനോടത് ചോദിക്കുന്നു. فإذا قال اهدنا الصراط المستقيم قال الله تعالى هذا لعبدي, അവൻ ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എനിക്ക് നേരായ, ഞങ്ങളെ നേരായ മാർഗത്തിൽ നീ വഴി നയിക്കണമേ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അടിമക്കുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിയ അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട്. ബാക്കി എന്തൊക്കെയാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത് അവനക്കുണ്ട്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, കോപിച്ചവരുടെ മാർഗത്തിലല്ല, വഴിവഴച്ചവരുടെ മാർഗത്തിലല്ല, അതും അവനുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കഷ്ണമാക്കിയിരിക്കുന്നു സൂറത്തു അൽ ഫാത്തിഹയെ. വഹാദാ കന്നസ്സ് അലാ അന്ന അൽ ബസ്മലത ലൈസത് മിനൽ ഫാത്തിഹ, ഇത് ക്ലിയർ ആയിട്ട് എന്താണ്? ഹദീസിലുള്ളൊരു തെളിവാണ്. ബിസ്മില്ലാ ഫാത്തിഹയിൽപ്പെട്ടതല്ല. കാരണം ഫാത്തിഹ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. അതിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞില്ല. വഫി സ്വഹീഹ് അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, സ്വഹീഹിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലൈതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പുറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു? ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖാദിമാണ്. എപ്പോഴും റസൂലുള്ളാഹിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 10 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഒരു കാര്യം ചെയ്തത് എന്തിന് ചെയ്തു എന്ന് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബാക്കിൽ നിസ്കരിച്ചിട്ടുണ്ട്. അബൂബക്കർ, അബൂബക്കറിൻ്റെ ബാക്കിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഉമറിൻ്റെ ബാക്കിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഉസ്മാൻ്റെ ബാക്കിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഫകാനു യസ്തഫ്തിഹൂന ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവർ അവരുടെ പാരായണം തുടങ്ങിയിരുന്നത്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അവരൊക്കെ തുടങ്ങിയിരുന്നത് എന്തുകൊണ്ടാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ്. ലാ യദ്കൂറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവർ ആരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അവർ പറയുമായിരുന്നില്ല. ഫി അവ്വലി ഖിറാഅത്തിൻ വലാ ഫി ആഖിരിഹാ, ഒന്നാമത്തെ ഖിറാഅത്തിലുമില്ല അവസാനത്തിലുമില്ല, അല്ലെങ്കിൽ തുടക്കത്തിലും പറഞ്ഞിട്ടില്ല അവസാനത്തിലും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വൽമുറാദു ലാ യജ്ഹറൂന, ഇതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഉറക്കെ പറഞ്ഞിരുന്നില്ല എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഉറക്കെ പറഞ്ഞില്ല, കാരണം എന്താണ്? കേൾക്കൂലല്ലോ, പതുക്കെ പറഞ്ഞാൽ കേൾക്കൂല. والتمييز بينها وبين الفاتحة في الجهر وعدمه يدل على أنها ليست منها. അപ്പോൾ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹയിൽ തൊട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ മാറ്റി നിർത്തുന്നത്, പതുക്കെയാക്കിക്കൊണ്ട് അതിന് വേറൊരു പ്രത്യേകത നൽകുന്നത്, പതുക്കെയാക്കൽ അത് തെളിയിക്കുന്നത് എന്താണ്? അത് അതിൽപ്പെട്ടതല്ല എന്നാണ്. ഫാത്തിഹയിൽപ്പെട്ടതാണെങ്കിൽ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അത് തെളിയിക്കുന്നത് എന്താണ്? അത് അതിൽപ്പെട്ടതല്ല എന്നതാണ്. അമ്മാ മിൻ ജിഹത്തി സിയാഖ്, ഇനി ഘടനയുടെ വിഷയം പറഞ്ഞല്ലോ. ഒന്നെന്താണ് പറഞ്ഞത്? ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്നും തെളിവാണ് ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞത്. ഇനി സൂറത്തിൻ്റെ ഒരു ഘടന ഉണ്ടാവും, ഭാഷാപരമായി അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. അത് പറയുകയാണെങ്കിൽ മിൻ ഹൈസുൽ മഅന, ആശയത്തിൻ്റെ അർത്ഥം, ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിപ്പോൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ പോകുന്നത്. ഫൽഫാത്തിഹത്തു 7 ആയാത്ത്, ഫാത്തിഹ എത്ര ആയത്താണ്? 7 ആയത്താണ്. അതിലാർക്കും എന്തില്ല? സംശയമില്ല, അതെല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. 7 മഥാനി, 7 ആയത്തുകളാണ്. ബിൽ ഇത്തിഫാഖ്, എല്ലാവർക്കും ഒരേ അഭിപ്രായം. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം. وإذا أردت أن توزع 7 آيات على موضوع السورة وجدت أن نصفها هو قوله تعالى إياك نعبد وإياك نستعين. നീ സൂറത്തിനെ ആശയപരമായി പകുതിയാക്കാൻ നോക്കിയാൽ, അതിനെ നീ എന്ത് ചെയ്താൽ, അതിനെ പകുതിയാക്കാൻ അല്ലെങ്കിൽ വീതിക്കാൻ നോക്കിയാൽ നിനക്കെന്ത് മനസ്സിലാകും? അതിൻ്റെ പകുതി എവിടെയാണ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ആണെന്ന് നിനക്ക് മനസ്സിലാകും. അതിൻ്റെ പകുതി എവിടെയാണ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. വഹിയൽ ആയത്തുല്ലത്തി ഖാല അല്ലാഹു ഫിഹാ ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി ഫി നിസ്ഫൈനി, അതാണെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പകുതിയായിട്ട് വീതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്നിട്ട് അതിൽ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വാഹിദ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ത് ചെയ്തു? 1. 7 ആയത്താണ്. അർ റഹ്മാൻ റഹീം 2, മാലിക് യൗമിദ്ദീൻ 3. അടുത്തെന്താണ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അതിൽ പകുതി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പകുതി അടിമക്ക്. ഹാദാ ബൈനി വബൈന അബ്ദി, അത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അപ്പോൾ ഇവിടേക്ക് ഒരു 3.5, ഇവിടേക്ക് 1/2. ഇനി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അത് പറയുമ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് ചോദിച്ചതുണ്ട്. അപ്പോൾ ഇത് അടിമക്ക്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നീ കോപിച്ചവരുടെ മാർഗമല്ല, പിഴച്ചുപോയവരുടെ മാർഗമല്ല. അപ്പോൾ ഇപ്പുറത്തും 3.5, അപ്പുറത്തും 3.5. 7 ആയത്തുകൾ. 7ൻ്റെ പകുതി എത്ര? 3.5. അയ്യോ, 7ൻ്റെ പകുതി 3.5. ബാറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈർ. طيب, فتكون 3 آيات لله عز وجل وهي الثلاث الأولى. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 3 ആയത്തായി, അത് ഒന്നാമത്തെ 3 ആയത്തുകളാണ്. وثلاث آيات للعبد وهي الثلاث الأخيرة, അവസാനത്തെ 3 ആയത്തുകൾ അടിമക്കുമായി. പിന്നെയോ വവാഹിദത്തുൻ ബൈനൽ അബ്ദി വറബ്ബ്,
അതിൽ ഇടയിലുള്ള ഒന്നോ അത് അള്ളാഹുവിനും അടിമക്കും ഇടയിലാണ്, അവർ തമ്മിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അത് പറഞ്ഞിട്ടുണ്ട്. വഹിർ റാബിഅ, അതാണ് 4-ാമത്തെ ആയത്ത്. ത്വയ്യിബ്. സുമ്മ മിൻ ജിഹത്തി, അപ്പോൾ ഇത് ആശയപരമായ ഇതിൻ്റെ വീതം നമ്മൾ കണ്ടു. സുമ്മ മിൻ ജിഹത്തി സിയാഖി മിൻ ഹൈസുൽ ലഫ്ളി, പദങ്ങളുടെ ഘടന അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്നൽ ബസ്മലത ആയത്തുൻ മിനൽ ഫാത്തിഹത്തി, ഇനി ഫൈദാ ഖുൽന, നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നൽ ബസ്മലത ആയത്തുൻ മിനൽ ഖുർആനി മിനൽ ഫാത്തിഹത്തി ലസിമ അൻ തകൂന അൽ ആയത്തു സാബിഅതു തവീലതൻ അലാ ഖദ്രി ആയതൈൻ. നമ്മൾ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണ് എന്ന് പറയുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ബാക്കിയുള്ള ആയത്തൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇത്രയേ ഉള്ളൂ, അർറഹ്മാനിർ റഹീം ഇത്രയേ ഉള്ളൂ, മാലികി യൗമിദ്ദീൻ ഇത്രയേ ഉള്ളൂ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇത്രയേ ഉള്ളൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇത്രയേ ഉള്ളൂ. 7-ാമത്തെ ആയത്ത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ആ ആയത്ത് മാത്രം വളരെ വലുത്. അപ്പോൾ പദങ്ങളുടെ അടിസ്ഥാനത്തിലെടുക്കുകയാണെങ്കിൽ തവീലത്തുൻ അലാ ഖദ്രി ആയത്തിൻ, 2 ആയത്തിൻ്റെ നീളമാണ് എന്തിന് കാണുന്നത്? 7-ാമത്തെ ആയത്തിന് കാണുന്നത്. വമിനൽ മഅലൂം അന്ന തഖാറുബൽ ആയാതി ഫിത്തൂലി വൽ ഖസ്രി വൽ ഖിസരി ഹുവൽ അസ്ലു, അറിയപ്പെട്ടതാണ് ആയത്തുകളുടെ ഒരേപോലെയുള്ള വലുപ്പം അതാണെന്ത് അസ്ല്. അങ്ങനെയാണ് സാധാരണയായിട്ട് ഉണ്ടാവല്. ഒരു കാര്യം, ഒരു ആയത്ത് പറയും അല്ലെങ്കിൽ ഒരു സൂറത്ത് വരുമ്പോൾ എല്ലാത്തിനും ഒരേപോലെ ഉണ്ടാവുക, അതാണ് അടിസ്ഥാനം. പിന്നെ അതിൽ നിന്ന് മാറാറുണ്ട്, പക്ഷെ അടിസ്ഥാനപരമായി എങ്ങനെയാണ്? ഫസ്സവാബുല്ലദീ ലാ ശക്ക ഫീഹി, ഒരു സംശയമില്ലാത്ത ശരി എന്തെന്ന് പറഞ്ഞാൽ അന്നൽ ബസ്മലത ലൈസത് മിനൽ ഫാത്തിഹതി കമാ അന്നൽ ബസ്മലത ലൈസത് മിൻ ബഖിയത്തി സുവരി, ഫാത്തിഹയിൽ പെട്ടതല്ല എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ള സൂറത്തുകളിലും പെട്ടതല്ല. ബാക്കിയുള്ള സൂറത്തുകളിൽ പെട്ടതല്ലാത്തതുപോലെ തന്നെ ഫാത്തിഹയിൽ പെട്ടതും അല്ല. ഇനി അടുത്ത ആയത്ത് അൽഹംദു, അല്ലെങ്കിൽ ആദ്യത്തെ ആയത്ത് സൂറത്ത് ഫാത്തിഹയിലെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഒറ്റക്കൊരായത്താണ്, അത് എല്ലാ സൂറത്തിൻ്റെയും മുന്നിൽ വരുന്ന ഒരു ആയത്താണ്, അത് ആ സൂറത്തിൻ്റെ ഭാഗമല്ല എന്ന് മാത്രം. ഇനി നമുക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് നാളെ പറയാം, അല്ലെങ്കിൽ നാളെ വായിക്കാം. ഇലാഹുനാ വല്ലാഹു തആല അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.